അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ആട് 3ന്റെ ഒരു റിവ്യൂ പറയാനായിട്ടാണ്, അതും ജെന്യൂൻ റിവ്യൂ. നമ്മൾ കുറേ അധികം യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ അതിനകത്ത് വല്ലാതെ പറയുന്നവർ വല്ലാതിരി പഠിച്ചിട്ട് വന്ന് പറയുന്ന പോലെ ഒരു പാലത്തിൽ നീട്ടി വെച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ജെന്യൂൻ റിവ്യൂ ആണ് ഈ പറയാൻ പോകുന്നത്. നമ്മളിപ്പോഴത്തെ പടം കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നതേ ഉള്ളൂ. എന്താണല്ലേ പടം 3 മണിക്കൂർ, അതായത് 2 മണിക്കൂർ 50 ഉണ്ട്. പക്ഷെ ആ 3 മണിക്കൂറില്ലേ നിങ്ങൾക്ക് ബോറടിക്കത്തില്ല. മാതിരി കോമഡി എന്തൊക്കെ ആട് 1 and 2 കണ്ടവന്മാർക്ക് എന്തായാലും ഈ പടം ഇഷ്ടപ്പെടും. ആട് 1ന്റെ അത്രയും ഹൈപ്പ് തന്നെ ഈ പ്രാവശ്യം ഉണ്ട്. ആട് ലെവലിസാണ്, അതായത് എല്ലാവരും ഇൻട്രോ വരെ. ഇൻട്രോവിന് നമുക്കറിയാലോ, മലയാള സിനിമയിൽ ഓരോരുത്തർക്കും ഓരോരോ BGM കൊടുത്തിട്ട് ഇറക്കിയൊരു ഇൻട്രോ സിനിമ, അങ്ങനെ ഒരു സംഭവമാണിത്. അതുപോലെ തന്നെ ഇതിനകത്ത് എല്ലാവരുടെയും ഇൻട്രോ ആണെങ്കിലും എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് ഗൈസ്. അതായതില്ലേ നിങ്ങൾ ജസ്റ്റ് തിയേറ്ററിൽ കയറി 2 മിനിറ്റ് കഴിയുമ്പില്ലേ നിങ്ങൾ പിന്നെ ആ ലോകത്തെ അല്ല, പിന്നെ അങ്ങനെ ആട് തിയേറ്റർ അങ്ങോട്ട് കയറിപ്പോ നമ്മള് ഈ മലയാള സിനിമ ഇപ്പോൾ കുറച്ചാളായിട്ട് ഇറങ്ങുന്നതിലാണെങ്കിലും വലിയ വിജയമൊന്നും ഇല്ലാത്ത ടൈപ്പ് സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു 100 കോടി അടിക്കും എന്നുള്ളൊരു നിഗമനമാണ് എനിക്കുള്ളത്. ഫസ്റ്റ് ഡേയിൽ ഒരു ചെറിയ ടിക്കറ്റ് ആദ്യം കിട്ടിയ സംഭവം, എന്നാലും മറ്റേ എമ്പുരാന്റെ അത്ര ഇതൊന്നും ഇല്ല, കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്നാലും പഴയ എനിക്കൊരു 100 കോടി അടിക്കാനുള്ള സംഭവം ഉണ്ട്. പിന്നെ ഫാൻസ് ഷോ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്, പക്ഷെ ഇതങ്ങനെയല്ല. പക്ഷെ എന്നിട്ട് പോലും അതെ നമ്മൾ പടം കണ്ട് ഒരു ഇപ്പൊ ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ആണെങ്കിലും പടം അടിപൊളിയാണ്. പിന്നെ ഇത് കുറച്ച് നമ്മൾ നല്ല ചിരിക്കാനായിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്ലാഷ് ബാക്ക് കഥകളൊക്കെ ഉണ്ട്. കുറച്ചല്ല ഫുൾ ചിരിയായില്ലേ. ചിരി എന്ന് വെച്ചാൽ ചിരിയുണ്ട് സംഭവം. പിന്നെ ഫ്ലാഷ് ബാക്ക് കഥകൾ, രാജകീയ കഥകൾ, അതുപോലെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമ്മൾ ട്രെയിലറിൽ കാണുന്ന പോലെ എല്ലാ സംഭവം ഇതിനകത്തുണ്ട്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഗൈസ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് സംഭവം ഇഷ്ടപ്പെട്ട്. അതിനകത്താണെങ്കിൽ വിജയ് ബാബു ആണെങ്കിലും ജയസൂര്യ ആണെങ്കിലും എല്ലാവരും അടിപൊളിയാണ് ഗൈസ്. നിങ്ങൾ എന്തായാലും പോയി കണ്ടു. നിങ്ങളുടെ എസ്റ്റേറ്റ് റിവ്യൂ കണ്ടില്ലേ, പോയി കണ്ടാൽ മതി. അതെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് നമ്മുടെ ഒരു തീരുമാനം. അപ്പൊ എല്ലാവരും പോയി കണ്ടു നോക്കുക ഗൈസ്. അപ്പൊ നമുക്ക് അടുത്ത ഇത് കാണാം. നമുക്ക് എന്തായാലും സ്പൈഡർമാനും പിന്നെ നമുക്ക് മൈക്കിൾ ജാക്സനൊക്കെയാണ് കാണോട്ടോ ഒന്നുകൂടി. അതെ ഗൈസ്, നമ്മൾ അടുത്തൊരു റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും പോയി പടം കണ്ടാ. ടാറ്റാ.